ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു തോട്ടിലേക്ക് പോകാനാണ്. ചെറിയ തോട് കേട്ടോ, ഒരു തിരി കുഞ്ഞി ചെറിയ തോടെന്ന് പറയാനുള്ള ഒരു വെള്ളച്ചാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അതൊരു പാടാണ്, എന്താ പറയുക, എന്തൊരു പാടം എനിക്കറിഞ്ഞൂടെ എന്ത് പാടാണെന്നൊന്നും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ സൺഫ്ലവർ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ സൺഫ്ലവർ പാടമാണോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അല്ലേ, ഇവിടുത്തെ വിറ്റ് എന്താണെന്നറിയോ, ഫുള്ള് പട്ടികളും പന്നികളൊക്കെ. എന്താ കാട്ടുക. അവിടെ ഒരു തോടുണ്ട്, ഇതാ അവിടെ അത് കണ്ട സൈഡിൽ അവിടെ ഒരു തോടുണ്ട്. പിന്നെ ഈ കിണറിൻ്റെ അപ്പുറത്ത് ഒരു തോടുണ്ട്. ആ തോട്ടിക്കാണ്, കിണറിൻ്റെ അപ്പുറത്ത് തോട്ടിക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഞണ്ടിൻ്റെ കുട്ടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, എന്തപ്പോൾ എൻ്റെ പേര്, ഗപ്പിയൊക്കെ ഉണ്ട്. അല്ല, ഗപ്പി ആ അവിടുത്തെ ഇതിലാണ് കണ്ടോ. ഇതാണ് ചെറിയ ചായൽ. ഇതിൽ ഞണ്ടിൻ്റെ കുട്ടി ഉണ്ട്. പഠിക്കുമെന്ന് പറഞ്ഞൂടാ, ഞാൻ കാലിടാൻ പോകുകയാണ്. പിന്നെ പാമ്പ് ഉണ്ടോയെന്ന് പറഞ്ഞൂടാ. നല്ല ഉഴക്കുണ്ട് ഗൈസ്. ഞാനിപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇല്ലാതില്ല നല്ല ക്ലിയർ കഴിഞ്ഞ വെള്ളമാണ്. ഇത് എവിടേക്ക് പോയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് പോയേക്കാം. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏകദേശം കണ്ടിട്ടൊരടുത്തു നിന്നാണ് തോന്നുന്നത്. നല്ല സൺഫ്ലവർ. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കണ ഏത് സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഈ ഒരു സൺഫ്ലവർ പാടത്താണ്. അല്ല, വേറെ ഇപ്പോൾ ഇവിടെ സ്ഥലമില്ല. മെയിൻ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുക. ഇതാണ് കേട്ടോ കിണറത്തെ വെള്ളം എത്രത്തോളം നല്ലതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്ലിയർ. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല ഗായ്സ്. ഞാൻ കാണിച്ചു തന്നോ? അയ്യോ, ഒരു കല്ലെന്തെങ്കിലും കിട്ടണമെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല തെളിഞ്ഞ് വളരുന്നു ഈ പുഴയിൽ. ഈ റീൽസിലൊക്കെ തോണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ കളർ വെള്ളം, നീല കളർ വെള്ളം, കുളം പോലെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വെള്ളം പോലെ ഇരുന്നു. ഞാൻ ഇപ്പോൾ ഏത് കല്ലെടുക്കുന്ന ചേട്ടാ, ഏത് കല്ലെടുക്കാം. അങ്ങനത്തെ ഇതുപോലെ ഇരുന്നു. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ കിണറ്റിക്ക് കല്ലെറിയാൻ പോവാണ്. എന്താന്ന് പറഞ്ഞിട്ട് എന്നിപ്പോൾ ഇവിടെ കിടക്കുക. എന്താ പറ്റ് ഒന്നും ഉണ്ടല്ലോ ഗൈസ്. നടക്കാം, സന്തോഷത്തോടെ നടക്കാം. ഒന്നും ഉണ്ടാവാത്തതിൻ്റെ സന്തോഷത്തോടെ നിൽക്കാം ഗൈസ്. പേടി അങ്ങനെ. ഞാൻ എപ്പോഴും എൻ്റെ കസിൻസൊക്കെ വന്ന് മാത്രമേ പോകാറുള്ളൂ അങ്ങോട്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ വല്ല പാമ്പുണ്ടാവും. കാരണം മഴയൊക്കെ നിന്ന സമയമല്ലേ ഇത്തിരി ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പേടി. ഞാൻ അല്ലെങ്കിൽ ഒന്ന് പോയി കാണിച്ചു തന്നേനെ. അവിടെ ആ വയലിൽ ചെറിയ ചെറിയ മരങ്ങളുണ്ടോ, അവിടെയാണ്. അവിടെ പോയി ഫുള്ള് മീനും ഇതൊക്കെ കാണാം കേട്ടോ. ഇത് എൻ്റെ നെയ്ബേഴ്സാണ്. എൻ്റെ ഈ വീട് ഹൗസ് വാമിങ് ഈ അടുത്താണ്. അതാണ് ഈ പന്തലും ഇതൊക്കെ, അല്ലാതെ വേറെ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇവിടെ ഫുള്ള് എന്താ, ഇവിടെ വേറൊരു വീട് വരുന്നുണ്ട്. അതിൻ്റെ തറട്ട ഇതാണ്. മുകളിൽ പക്ഷികളും തെങ്ങും നല്ല മനോഹരമായ സുന്ദരമായ സ്ഥലമാണ് എൻ്റെ വീട്. അയ്യോ, ഒരു മയിലിപ്പോൾ പീലി വിടാത്ത നിന്നതല്ലോ ഗൈസ്. കണ്ടില്ലേ ആ പീലി? അത് പീലിയില്ലേ ഗൈസ്, തെങ്ങിൻ്റെതാണ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ എനിക്ക് കയറാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കിട്ടും? എനിക്ക് പേടിയാണ്. ആ മയിലാണെങ്കിൽ പീലി വിടർത്തി എടുക്കണ്ടോന്ന് അതൊരു വെക്കാം. കുലുകുലും ഒന്നുമല്ല, എൻ്റെ ഓട്ടത്തിൻ്റെ ശക്തിയാണ്. അപ്പം ഞാൻ എങ്ങനെ ഓടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ ഈ ഓട്ടത്തിൻ്റെ ശക്തി. അയ്യോ, അവിടെയില്ല ഗൈസ്, കേൾക്കണ്ടേ? ഇല്ല ഗൈസ്, ഇതൊരു ചെറിയ കുട്ടി അത് കൂടെ പോകണം. കണ്ടില്ലേ
ഡൻസിക്ക് അതാ ഒന്നും അറിയാതെ നിൽക്കുന്ന പാവം കുട്ടി കണ്ടില്ലേ. ഹലോ കണ്ടില്ലേ എന്തൊക്കെയോ പ്രകൃതികളാണില്ലേ കാണിക്കുന്നത്. പാവം ഒന്നും പറഞ്ഞിട്ടില്ല. ചിരിക്കടാ ഹലോ അതാണ് അപ്പുറത്തെ വീട്ടിൽ ചെറിയ കുട്ടി. എൻ്റെ വീട്ടിൽ തുളസിയുണ്ട്. ഞാൻ കല്ലെടുക്കാൻ പോകുന്നു. എന്തെങ്കിലും പറ്റിയായിരുന്നു. എനിക്ക് മാത്രമേ എന്തെങ്കിലും പറ്റാത്ത ഉണ്ടാവുള്ളൂ. എൻ്റെ ഫോണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും. അമ്മ എന്താടിയെന്നൊക്കെ ചെയ്യും. മിണ്ടാതിരിക്കും മമ്മി, ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. വ്ളോഗ് മുരിങ്ങമ്മേലൊക്കെ കൊണ്ട് ഗൈസ്. പിന്നെ ഇത് ഞാൻ ആർക്കും വിടാതെ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. എന്താണല്ലേ ഇതൊക്കെ എന്താ ഗായ്സ്, ഇത് ഞാൻ ഈ വീട്ടിൽ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ. എനിക്ക് സങ്കടമാവുന്നു. എൻ്റെ ഫാബ്രിക് സ്ഥലമില്ല. ഇവിടെ കുറേ കല്ലും പക്ഷെ എന്താ പേര് എന്താ കളർ കല്ലുകളോ അതന്നെ കളർ കല്ലുകളും വെള്ളാരം കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കടൽക്കല്ലുകൾ കടൽക്കല്ലുകൾ എന്ന് പറയണേ കടലിൻ്റെ ഇതില്ലേ കറിവേപ്പില പന്തൽ ഇതൊക്കെ ആരാണ്? തുളസി ഇതെന്ത് വെള്ളം കണ്ടെത്തിട്ട് സൈറ്റ് അങ്ങനെ വെള്ളമുണ്ട്. കൊട്ടില്ല ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടോ. ആരെങ്കിലും ഈ കൂടെ പോകണ്ടോ നോക്കട്ടെ. ആ ചേച്ചി ഇങ്ങനെ പോകുന്നതെന്ന് നോക്കട്ടെ. ചേച്ചിയുടെ പിന്നാലെ പോയി നോക്കാം. അയ്യോ നിർഭാഗ്യശാൽ ആ ചേച്ചി അങ്ങോട്ട് പോകുന്നു. പിന്നെ ചേച്ചി പാമ്പുത്തി ചേച്ചി ഞങ്ങളെ പോകുന്നതിന് ഇതൊക്കെ പേടിയാണ്. കൈസിന് വരുന്നില്ല. കസിൻസ് എന്തൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞെടുക്കാം കേട്ടോ. അല്ല ആ ചേച്ചി തോട്ടുകൂടെ ഇങ്ങനെ പോകാനല്ലേ അവിടെ തോട്ടുണ്ട് കൈസ്. നിങ്ങൾക്കറിയുമോ? ആ ചേച്ചി പാലം കടന്നോ? ഇല്ല കൈസില്ലെന്ന് തോന്നുന്നു. ആ വെള്ളത്തെ കടന്നുക്കണു. അതാവും കടന്നു വേണ്ട. ചേച്ചിയുടെ പിന്നാലെ പോയി നോക്കണം. വേണം. അയ്യേ ആ ചേച്ചി കടന്നിട്ടുണ്ട് ഗൈസ്. ചേച്ചിയുടെ പിന്നാലെ പോയി നോക്കണം. തിരിച്ചറിയാൻ കേൾക്കേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ. എനിക്കിപ്പോൾ ആ ചാലിക്കോവനെ പേടി. ചാലിക്കോണം തന്നെ ഇഷ്ടം. പോയക്കോട്ടെ. മമ്മിയില്ല ഡാഡിയില്ല. ഇതാണ് പേടി ഗൈസ്. പിന്നെ നല്ല ചളീൻ്റെ കൊണ്ടുണ്ട്. അതാണ് എൻ്റെ വറപ്പ് ഗൈസിൻ്റെ കളി കണ്ടോ. ഇതെന്തായിരിക്കും എന്തായാലും മനസ്സിനപ്പോൾ ഇവിടെ പോയി വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ എന്താ സ്ഥലം നോരിക്കണോടോ. ആദ്യമായിട്ട് ഒന്ന് ഞാൻ നോക്കുന്നുണ്ടോ. മമ്മി വെച്ചത്
എന്തിൻ്റെയൊക്കെ കുറുകുറാന്നുള്ള ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ അടി, മൂന്നാമത്തെ അടി, നാലാമത്തെ അടി വരെ വെച്ചു ഗൈസ്. 5, 6, 7, 8, 9 വീഴുന്നുണ്ടോ? ഉണ്ടോ ചോദിച്ചുണ്ട്. ഇല്ല ചോദിച്ചല്ല. കേൾക്കണം. വേണ്ട പോണ്ട വേണം. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. വേണോ പോണോ? അല്ല നിങ്ങളുടെ ആവശ്യം വെച്ചാൽ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ പോകണ്ട. എൻ്റെ കസിൻസൊക്കെ ഒരു മൊത്തം പരിപാടി. വീണ്ടും ഞാൻ കളി കഴിക്കാൻ പോകും. എൻ്റെ ഒരു മണ്ടത്തരമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. മദർ 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 ചാന്തിക പണിയൊന്നും കഴിയണം. അടുത്ത വെള്ളം അടുത്ത പൈപ്പ് വെള്ളം വരുന്നുണ്ടോ? ഒരിക്കലും വരില്ല. ഇതൊക്കെ എന്താ ഹായ് ബാമ്പു വേണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റി. ഹായ് എന്താ ഇത് തേക്കല്ലേ? അങ്ങനെ നടന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ കേട്ടിട്ടില്ല. ഇത് എന്താ ടേപ്പ്? വേണ്ട വേണ്ട ചാടണോ? വേണോ? വേണ്ട വേണോ വേണ്ട വേണ്ട നിർത്തണോടാ. അതുണ്ടല്ലേ, ഇതാണ് ഈ വീട് പണിയാൻ പോകുന്ന ആൾക്കാരല്ല സോറി. വീടിൻ്റെ അറ്റം തരാൻ പറ്റും. ഇതിൻ്റെ ഫുള്ള് വീടൊന്നുമല്ല. അപ്പം ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുക്കുക. ഏയ് എന്താ കമ്പനി ആണോ? ഞാൻ എന്താ തൊട്ടത്? എന്തിനാ ഞാൻ തൊട്ടത്? മക്കളുടെ മക്കളൊക്കെ കണ്ടത് തൊട്ടപാടിയുണ്ട് കൈസ്. തൊട്ടപാടി നിങ്ങൾ തൊട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ചവിട്ടിയിട്ടുണ്ടോ, കൊന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു അടിപൊളി ഇതാണ് എൻ്റെ വീട്. എൻ്റെ താത്തേ പൈസ കുട്ടി വന്നിട്ട് നോക്കാം. അവിടെ പോയ എന്തുണ്ടാവുക? അവിടെ പോയ എന്തുണ്ടാവുക? എന്ത് അവിടെ? ഇത് റോഡാണോ? ഇവിടെ തോട് പുഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്ത് എവിടെ ഉണ്ട്? ഈ കണ്ടുക്കണോ? കാണിച്ചു തരുമോ? കുറേ പോണോ? നീ പോയിക്കണോ അങ്ങോട്ട്? ആരപ്പം? താത്തയും മാത്രോ? എന്നിട്ട് എൻ്റെ താത്തേ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ കുട്ടിപ്പട്ടാള അവൻ ഏതോ അന്യൻ്റെ വീട്ടിൽ എന്താ പറയുക. നീ സ്കൂളിൽ പോയിന്നില്ലേ? സ്കൂളിൽ പോയിന്നില്ലേ? ഏ സ്കൂളിലാ? പനവണ്ണ എവിടെ?
കൊറേ പോണോ അവിടേക്ക്? എന്താ തോടാണോ പുഴയാണോ? പുഴേ നിങ്ങളതിൽ ചാടിക്കണോ? കണ്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നോ? വെറുതെ അങ്ങനെ നടന്നു പോയാൽ മതിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട. തിരിയണോ? ഇങ്ങോട്ട് വരാനോ? കൊറേ പോണോ? എൻ്റെ താത്താക്ക് വഴി അറിയോ? എൻ്റെ താത്താക്ക് വഴി അറിയോ? എൻ്റെ താത്താക്ക് വഴി അറിയോ? എൻ്റെ താത്ത എന്നിട്ട് താത്ത എന്താ കാട്ടണേ? എന്താ കാട്ടണേ? എവിടെ? വെറുതെ ഇരിക്കേ? ഇജ്ജ് എന്താ കാട്ടണേ? ഓടിപ്പോയിട്ടോ. എന്തൊക്കെയോ അതിൻ്റെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കാൻ പോകണമെന്ന് തോന്നുന്നുണ്ട്. കണ്ടു 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 മയിൽ വീട് ഇടത്തേക്കുന്നത് കണ്ടോ? കണ്ടില്ല ഞാൻ കണ്ടു. അത്രയൊക്കെ മതി പോരേ. മയിലിന്നെ അങ്ങനെ പേടിച്ചോടിയൊന്നും ഇട്ടിട്ടില്ല. അതില്ല. എന്താ അപ്പൊ ഈ അല്ലേ പറഞ്ഞ എൻ്റെ താത്താൻ്റെ കൂടെ ആയി പോയിന്നേ? അല്ലേ ഈ താത്താന്ന് പറഞ്ഞേ? ഉണ്ട് ഞാൻ ചോദിച്ചപ്പോ എൻ്റെ താത്താൻ്റെ കൂടെ പറഞ്ഞേ. തോന്നിക്കില്ല ഈ പറഞ്ഞതാ. എന്നിട്ട് എനക്ക് എൻ്റെ വഴി അറിയോ? ഒറ്റക്ക് പോയിക്കണോ? എനക്കറിയോ എൻ്റെ വഴി? പുഴ ഉണ്ടെന്നറിയോ? എൻ്റെ അവിടെ നോക്കിയാ കാണോ അത്? ആ പുഴയാണോ? അത് പുഴയാണോടാ? അത് പുഴ അതോ തോടാ? ഈ മതിൽ കൂടെ നോക്കിയാ കാണുമോ? ഞാൻ നോക്കി അവിടെ ഗപ്പി ഞണ്ടിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. എൻ്റെ കസിൻ ഇന്നലെ വന്നപ്പോൾ ഞണ്ടിൻ്റെ കുട്ടീനൊക്കെ പിടിച്ചു. കാണണ്ടോ? അതാ പോരാട്ടോ. എന്താ ഞാൻ അവിടെ